പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യഹൂദൻ്റെ മിശിഹ എന്നൊരു വിഷയമാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ മിശിഹായെ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നു. അവിടെ ദേവാലയം പണിയാൻ പോകുന്നു, കാളക്കുട്ടികളെ റെഡിയാക്കുന്നു എന്ന് വേണ്ട എല്ലാവിധ രീതികളിലും അവർ ഒരുങ്ങിക്കഴിഞ്ഞു. തൻ്റെ ദൈവത്തിൻ്റെ യഹോവയുടെ ഒരു ആലയം പണിയുവാനും മിശിഹായുടെ വരവിനെ അവർ കാത്തിരിക്കുകയും ചെയ്യുന്നു. ലോകം മുഴുവൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിയിലായിരിക്കുന്ന ഈ സമയത്ത് തന്നെ അവർ എല്ലാ കാര്യത്തിനും ഒരുങ്ങിയെങ്കിൽ യേശു പറഞ്ഞ ഒരു വചനത്തിൻ്റെ യഥാർത്ഥമായ സത്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യുദ്ധവും അതിൻ്റെ കിംവദന്തികളെക്കുറിച്ചും വലിയ ഭീതികളെക്കുറിച്ചും ലോകം മുഴുവൻ ഇസ്രായേലിനെ ഭയക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചും എല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത്തിമരത്തെക്കുറിച്ചും അത്തിമരം പൂക്കുന്നതിനെക്കുറിച്ചും ഇങ്ങനെയെല്ലാം പ്രവചനങ്ങൾ അനേകം കിടക്കുമ്പോൾ യഹൂദൻ്റെ മിശിഹ വരുന്നതിന് മുൻപ് നമ്മൾ എത്രത്തോളം ഒരുക്കമുള്ളവരാണ്, അല്ലെങ്കിൽ യഹൂദൻ പ്രതീക്ഷിക്കുന്ന മിശിഹ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടെ നമ്മളിന്ന് ചിന്തിച്ചു പോവുകയാണ്. പഴയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി യഹൂദരാകട്ടെ ഇന്ന് ക്രിസ്ത്യാനികളാകട്ടെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് സങ്കീർത്തനങ്ങളിലാണ്. അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് നമ്മൾ സങ്കീർത്തന പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന ഹെഡിങ്ങോടുകൂടെ സങ്കീർത്തകൻ പാടി ആരാധിക്കുന്ന ഒരു സങ്കീർത്തനം. വളരെ മർമ്മപ്രധാനമായ പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തനം. പ്രത്യേകിച്ച് ക്രിസ്തുവിനെക്കുറിച്ച്, മിശിഹായെക്കുറിച്ച്, അഭിഷിക്തനെക്കുറിച്ച് അനേകമായ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തനത്തിൽ തന്നെ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ പ്രവചന പുസ്തകം എന്ന് പറയാവുന്ന സങ്കീർത്തനം 2 നമ്മളിന്ന് ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തൻ. ദൈവവചനം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്: ജനതകൾ ഇളകിമറിയുന്നത് എന്തിന്, ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി, കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ഇവിടെ ദൈവവചനം വളരെ വ്യക്തമായി കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം പറഞ്ഞിട്ടാണ് ഈ ദൈവവചനം, ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന ഈ ഒരു അധ്യായം തുടങ്ങി വയ്ക്കുന്നത്. സങ്കീർത്തന പുസ്തകം ഈ 2-ാം അധ്യായത്തിൽ തന്നെ പുതിയ നിയമത്തിൽ അനേക കോട്ടിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സങ്കീർത്തനം 2-ാം അധ്യായം നമ്മളിപ്പോൾ വായിച്ച 1-2 വാക്യങ്ങൾ അപ്പസ്തോല പ്രവൃത്തി 4-ന്റെ 25-ഉം 26-ഉം വാക്യങ്ങളാണ്. അവിടെ ഈ വാക്യം ഉദ്ധരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, സങ്കീർത്തകൻ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച ഈ സങ്കീർത്തനം അങ്ങനെ തന്നെ ഈ രാജ്യത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാർ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്: ജനതകൾ ഇളകിമറിയുകയും രാജാക്കന്മാർ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ഹെറോദസും അവൻ്റെ സംഘവും, അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധരിങ് സംഘവും, പുരോഹിത പ്രമുഖന്മാരും എല്ലാവരും ക്രിസ്തു എന്ന യഥാർത്ഥ അഭിഷിക്തനെതിരെ വലിയൊരു ഗൂഢാലോചന നടത്തി എന്ന് കാണിക്കുവാൻ അപ്പസ്തോലനായ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ കൃത്യമായി ഈ വചനം എടുത്തു വെച്ചിട്ട് പറയുകയാണ്. മാത്രമല്ല, അവർ ദൈവസന്നിധിയിൽ ഈ പറയുന്ന ആരാധന നടത്തുമ്പോൾ കർത്താവിനോട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇതേ വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തി 4-ന്റെ 25-26 വാക്യങ്ങൾ. വീണ്ടും സങ്കീർത്തനം 2-ന്റെ 7-ാം വാക്യം നമ്മളൊന്ന് വായിച്ചാൽ: കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി. ഒരു പുത്രനെക്കുറിച്ച്, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി. ഈ ഒരു വാക്യം പുതിയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേക പ്രാവശ്യം, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവൃത്തി 13-ാം അധ്യായം 33-ാം വാക്യം പൗലോസിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം, അവിടെയും പുത്രനെ കുറിച്ച് പറയുമ്പോൾ ഇതേ വാക്യം തന്നെ ഉദ്ധരിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിലും ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട്, സങ്കീർത്തനത്തിലെ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രവചനം പൂർത്തി, അവൻ തന്നെ മിശിഹ എന്ന് തെളിയിക്കുകയാണ് അപ്പസ്തോലനായ പൗലോസ്. അപ്പോൾ നമ്മളിവിടെ അപ്പസ്തോലനായ പത്രോസിനെ കണ്ടു, പൗലോസിനെ കണ്ടു. വീണ്ടും സങ്കീർത്തന പുസ്തകം 2-ന്റെ 9-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ: ഇരുമ്പ് തണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവയെ അടിച്ചുടയ്ക്കും. ഇതേ വാക്യം തന്നെ വെളിപാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 27-ാം വാക്യം, 12-ാം അധ്യായം 5-ാം വാക്യം, 19-ാം അധ്യായം 15-ാം വാക്യം, ഒരു ദണ്ടുകൊണ്ട് ഭരിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് യോഹന്നാനുണ്ടായ വെളിപാടിൽ വളരെ വ്യക്തമായി അവിടെയും ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോൾ സങ്കീർത്തനം 2-ൽ നിന്നും പുതിയ നിയമത്തിൽ ഏകദേശം 6-ലധികം വാക്യങ്ങൾ, 6-7 വാക്യങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ തന്നെ ഇതേ വാക്യങ്ങൾ ഉദ്ധരിച്ച് എഴുതി വച്ചിരിക്കുകയാണ്.
എന്നിട്ട് അത് മിശിഹായെക്കുറിച്ചാണെന്നും അഭിഷിക്തനെ കുറിച്ചാണെന്നും എല്ലാം പറഞ്ഞു വച്ചിരിക്കുക. അപ്പം നമ്മൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമുക്കറിയാം, മിശിഹ അവൻ വന്നു കഴിഞ്ഞു, അവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്തീയ സമൂഹം മുഴുവൻ വിശ്വസിക്കുന്നത് ആ ക്രിസ്തുവിലാണ്, പ്രത്യാശ അർപ്പിക്കുന്നത് ആ ക്രിസ്തുവിലാണ്. നമ്മുടെ രക്ഷ ആ ക്രിസ്തുവിൽ തന്നെയാണ്. നമ്മുടെ പ്രത്യാശയും അനുഗ്രഹവും ആ ക്രിസ്തു തന്നെയാണെന്നൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് യാതൊരുവിധ സംശയവുമില്ലാതെ നമുക്ക് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യാവുന്നൊരു സത്യം തന്നെയാണ്. പക്ഷേ യഹൂദന് ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? യഹൂദന് എന്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്? എന്തായാലും നമുക്കറിയാം, സങ്കീർത്തനം 2 യഹൂദന് അറിയാത്ത ഒരു വാക്യമോ വചനമോ അല്ല. പ്രത്യേകിച്ച് ശാസ്ത്രികളും നിയമജ്ഞരും ഫരിസേയരും ഒക്കെ ദൈവവചനം വളരെ ആത്മാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്തിരുന്നവർ ഈ വചനത്തെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു, എങ്ങനെ ഈ വചനത്തെ ചിന്തിച്ചിരുന്നു എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിച്ചു പോവുകയാണ്. സങ്കീർത്തനം 2 കുറിച്ച് അത് കർത്താവിൻ്റെ അഭിഷിക്തൻ, വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചാണെന്ന് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ പഠനങ്ങളിലും വളരെ വ്യക്തതയോടെ അവർക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ദൈവവചനം പുതിയ നിയമത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിശുക്കൾക്ക് ദൈവം പലതും വെളിപ്പെടുത്തി, ജ്ഞാനികളിൽ നിന്നും ദൈവം അത് മറച്ചു വെച്ചു. പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലെ കുറിച്ചുള്ള ആഴമായ പാണ്ഡിത്യവും അറിവും ഉണ്ടായിരുന്നിട്ടും ജ്ഞാനികളായിരുന്നിട്ടും അവർക്ക് തൻ്റെ അഭിഷിക്തനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, അവർ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്ന വചനം പോലും അവരുടെ മുൻപിൽ കണ്ണുകളെ അടച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരുടെ കണ്ണ് അടഞ്ഞു പോയത്? ദൈവവചനത്തിലെ പഴയ നിയമത്തിൽ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അവർ തങ്ങളുടെ ദൈവത്തെ മറന്നുകൊണ്ട് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, അന്യ ആരാധനയുടെ പിന്നാലെ പോയി. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊത്തുവിഗ്രഹങ്ങൾക്കും മറ്റു പലതിനും കൊടുത്തു. അവർ വഴിതെറ്റിപ്പോയി. അങ്ങനെ വഴിതെറ്റിപ്പോയ ജനത കർമ്മങ്ങളിൽ മാത്രം, അതായത് കൈകൊണ്ടുള്ള പ്രവർത്തികളിൽ മാത്രം അവർ വിശ്വസിക്കാൻ തുടങ്ങി. അവരുടെ ഹൃദയം ഒരിക്കലും ഒരു പരിച്ഛേദനം ഉണ്ടായില്ല, ഒരു മാനസാന്തരം യഥാർത്ഥമായി അവർക്കുണ്ടായില്ല. പ്രകടമായി തങ്ങൾ യഹൂദരെന്നും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരെന്നും അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദൈവവുമായി അവർക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത തരത്തിൽ അവർ ദൈവവചനത്തിൽ നിന്നും അനേകമായി അകന്നുപോയി. ജെറുസലേം ദേവാലയം ഒരു കച്ചവടക്കാരുടെ ഗുഹയാക്കി അവർ മാറ്റി. ഇന്ന് നമ്മൾ കാണുന്ന പല ദേവാലയങ്ങളെ പോലെ കച്ചവടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച് അവരെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കച്ചവടം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ യഹൂദർ. ഇന്നും നമ്മൾ അത് തന്നെയല്ലേ ചെയ്യുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഞാനൊരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വേളാങ്കണ്ണിയിലൊന്ന് പോയി കഴിഞ്ഞപ്പോൾ, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 വർഷം മുമ്പായിരിക്കണം, വേളാങ്കണ്ണി പോയി ഞാൻ തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും യാത്രയിലുടനീളം ഞാൻ കാണുന്ന വലിയ ഫ്ലക്സ് ബോർഡുകളുണ്ട്. വളരെ വലിയ. മലയാളത്തിൽ തമിഴ്നാട്ടിലും വേളാങ്കണ്ണിയോട് അടുത്ത് ചെല്ലുമ്പോഴും വലിയ ഫ്ലക്സ് ബോർഡുകൾ ഞാനിങ്ങനെ കാണുക. ഏകദേശം എറണാകുളത്ത് നിന്ന്, ഞാൻ അങ്കമാലിയിൽ നിന്ന് തുടങ്ങി വേളാങ്കണ്ണി എത്തുന്നത് വരെ ഈ ഫ്ലക്സ് ബോർഡുകൾ ഞാൻ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ കാണുമ്പോൾ എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം എൻ്റെ ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള യൂദാസ്ലീഹായുടെ, യൂദാപുരം എന്നറിയപ്പെടുന്ന അങ്കമാലിയിലെ യൂദാസ്ലീഹായുടെ ഒരു നൊവേന അർപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിൻ്റെ ഫ്ലക്സാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഊട്ടുനേർച്ചയെക്കുറിച്ചും വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന യൂദാസ്ലീഹായെക്കുറിച്ചും വലിയ ഫ്ലക്സുകൾ അടിച്ച് കേരളത്തിൽ നിന്നും തമിഴ്നാട് വരെ എത്രയോ കിലോമീറ്ററുകളാണ് ഈ ഫ്ലക്സുകൾ നിരത്തിയിരിക്കുന്നത്. ഞാൻ തിരിച്ചു പോരുമ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. ഒരു വലിയ ലോറിയിൽ ഈ ഫ്ലക്സുകൾ കയറ്റി ഇവിടെ നിന്ന് മുതൽ ഈ പറയുന്ന സ്ഥലത്ത് ഓരോ സ്ഥലത്തും സ്ഥാപിച്ചതിന് ശേഷം തിരിച്ച് ഈ വാഹനം തിരിച്ചു വരുന്നൊരു കാഴ്ച ഞാൻ കാണുകയാണ്. അതായത് പല സ്ഥലത്തും ഇത് നിർമ്മിച്ച് വെച്ച് ഈ പറയുന്ന ഫ്ലക്സ് ബോർഡുകൾ വെച്ച്, അപ്പോൾ ഒരു അഡ്വർടൈസിങ് കമ്പനി ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത്. എത്ര ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു കൊട്ടേഷൻ പിടിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ച് തമിഴ്നാട് വരെ ഇത്രയും വലിയ ഫ്ലക്സ് ബോർഡുകൾ നിർമ്മിക്കണമെങ്കിൽ, ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇത് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഛേദോവികാരം? വിശ്വാസമാണോ അതെയോ പരസ്യത്തിൻ്റെ ഒരു പിന്നാമ്പുറം? അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പണലാഭമാണോ ലക്ഷ്യമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. MBA പഠിച്ച നമ്മുടെ അച്ഛന്മാരാണല്ലോ കൂടുതലുള്ളത്. അപ്പോൾ ഇവർ ഒരു കച്ചവടത്തിൻ്റെ ഗുഹയാക്കി ജെറുസലേം ദേവാലയം മാറ്റിക്കഴിഞ്ഞപ്പോൾ ജ്ഞാനികൾക്ക് വെളിപ്പെടേണ്ട കാര്യം ശിശുക്കൾക്ക് മാത്രം വെളിപ്പെട്ടു.
ജ്ഞാനികൾക്ക് വെളിപ്പെട്ടില്ല എന്ന് ദൈവവചനം പറയുക. ഇന്ന് നമ്മളും ഇത് പരിശോധിച്ച് നോക്കുക. നമുക്ക് വെളിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മളും ഇത്തരം നമ്മുടെ ഹൃദയമാകുന്ന ദൈവത്തിൻ്റെ ആലയം ഒരു കച്ചവടത്തിൻ്റെ ഗുഹയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ അവർക്ക് എന്തുകൊണ്ട് ഇത് മിശിഹായാണെന്ന് മനസ്സിലായില്ല. കാരണം വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു ഇത് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് വ്യക്തമായി ദൈവവചനം പറയുന്നു. വീണ്ടും സങ്കീർത്തന പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൽ 6-ാം വാക്യം, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ മിശിഹ, യഹോവയുടെ മിശിഹ, അവൻ രാജാവാണെന്നും അവൻ അഭിഷിക്തനാണെന്നും അവൻ സിയോനിൽ വാഴുമെന്നും കൃത്യമായി ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ 7-ാം വാക്യം, കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഞാൻ നിനക്ക് ജന്മമേകും. അപ്പോൾ അവൻ പുത്രനാണെന്നും അവൻ രാജാവാണെന്നും അവൻ സിയോനിലാണെന്നും അവൻ അഭിഷിക്തനാണെന്നും എല്ലാം ഈ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുക. യഹൂദന് വ്യക്തമായിട്ട് അറിയാം അവൻ്റെ മിശിഹ ഈ മാനദണ്ഡങ്ങളിൽ പെടുന്ന വ്യക്തി തന്നെയായിരിക്കും, ദൈവത്തിൻ്റെ പുത്രൻ തന്നെയായിരിക്കും. എന്നാൽ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അനേക വലിയ ദൈവിക പ്രവർത്തികൾ യേശുവിലൂടെ നടന്നു. മരിച്ചവൻ പോലും ഉയർത്തെഴുന്നേറ്റു. പ്രവചനങ്ങൾ അനേക പൂർത്തിയായി. താൻ മിശിഹായാണെന്നും താൻ പുത്രനാണെന്നും എല്ലാം അവകാശപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇതേ ജ്ഞാനികൾ, ഇതേ യഹൂദർ ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. യേശുവിനെ ക്രൂശിക്കുന്നതിന് അവന് പ്രധാനമായി കണ്ട പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, ഇവൻ തന്നെത്താൻ ദൈവത്തിൻ്റെ പുത്രനാക്കി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് തുല്യനാക്കി മാറ്റിയെന്നാണ്. എന്നാൽ നിങ്ങളിവിടെ പരിശോധിക്കുക, അവൻ തൻ്റെ പുത്രനാണെന്നും അവൻ ദൈവത്തിന് സമാനനാണെന്നും ഈ സങ്കീർത്തനം 2-ാം അധ്യായം വ്യക്തമായി നമ്മളോട് പറയുകയാണ്. അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ്, അവൻ രാജാവാണ്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് അവനെ വാഴിച്ചത്, കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ ജന്മമേകി എന്ന് അത്രയും വാക്യങ്ങളിലൂടെ തൻ്റെ മിശിഹായുടെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. അവിടെയും അവസാനിച്ചിട്ടില്ല. വളരെ മർമ്മപ്രധാനമായ വാക്യത്തിലൂടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. കാരണം രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് 10-ാം വാക്യം പറഞ്ഞ് ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവനെന്ന് ശുശ്രൂഷകരായ ദേവാലയത്തിലെ പുരോഹിതരോടൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് 12-ാം വാക്യം പറയുകയാണ്, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, പുത്രൻ്റെ പാദം ചുംബിക്കുവിൻ, വിറയലോടെ പുത്രൻ്റെ പാദം ചുംബിക്കുവിൻ. നമ്മൾ ഈ വാക്യം നമുക്ക് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. വെറുതെ പുത്രൻ്റെ പാദം ചുംബിക്കുന്നതിൽ എങ്ങനെയാണ് യേശു ദൈവമാണെന്ന്, അല്ലെങ്കിൽ യേശു രാജാവാണെന്ന്, അഭിഷിക്തൻ ദൈവത്തിന് തുല്യനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അത് യഹൂദ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ക്ലിയർ ആവത്തുള്ളൂ. കാരണം പുരാതന കാലത്ത് ഒരു രാജാവിനെ ചുംബിക്കുക എന്നത് ആ ഭരണാധികാരിയുടെ ആധിപത്യത്തെ, അവൻ്റെ ദൈവത്വത്തെ, അല്ലെങ്കിൽ അവൻ്റെ ദൈവികമായ ഒരു അധികാരത്തെ സൂചിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ 1 സാമുവേൽ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിലൊഴിച്ചു, അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അവിടെ സമൂഹൽ ചെയ്ത കാര്യം, പാത്രത്തിൽ നിന്നും ഒലിവെണ്ണയെടുത്ത് അവൻ്റെ ശിരസിൽ തളിച്ച് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ച് അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ അധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ രാജാവിനെ, യഹോവയ്ക്ക് പകരമായി ദൈവം ആദ്യമായി ഒരു രാജാവിനെ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അവിടെ ദൈവികമായ ഒരു അധികാരം അവനിൽ നിക്ഷേപിക്കുന്ന അഭിഷേകം നടക്കുമ്പോൾ അവനെ ചുംബിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചുംബിക്കുന്നത് അവൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നു എന്നുള്ളത് തുല്യമാണ്. അതാണ് പുരാതന കാലത്ത് ഒരു പാരമ്പര്യ രീതി. വീണ്ടും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദരവോടുകൂടിയ ആരാധനയുടെ സൂചനയാണ് ചുംബനം. അതായത് ഒരു രാജാവിനെ, അവനെ അംഗീകരിക്കുക മാത്രമല്ല, ആദരവോടുകൂടെ അവനെ ആരാധിക്കുന്ന ഒരു തലവും കൂടെ ഈ ചുംബനത്തിന് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 1 രാജാക്കന്മാർ അതിൻ്റെ 19-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും.
ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, ബാലിനെ ചുംബിക്കാത്ത, ബാലിൻ്റെ വിഗ്രഹത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത, അവൻ്റെ വിഗ്രഹത്തെ ചുംബിക്കാത്ത 7000 വിശുദ്ധരെ ഞാൻ മാറ്റി നിർത്തും. ഇത് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളെല്ലാം ഒരു താടിക്കാരൻ്റെ രൂപത്തെ പോയി ചുംബിക്കും, അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപത്തെ, ആ വിഗ്രഹത്തെ പോയി സ്നേഹത്തോടെ ചുംബിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യുക. ഇവിടെ ദൈവവചനം പറയുകയാണ്, ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട 7000 പേര് എന്ത് ചെയ്തില്ല? ബാലിനെയോ അവൻ്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവൻ്റെ മുൻപിൽ വണങ്ങുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യത്തില്ല. നമ്മൾ പലപ്പോഴും പറയുന്നൊരു ന്യായീകരണമുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കുന്ന വിഗ്രഹമല്ല, കാരണം അതിൽ ദൈവ തേജസ് ഞങ്ങൾ ആവാഹിക്കുന്നില്ല. എന്നാൽ അതിന് മുൻപിൽ വണങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അത് വിഗ്രഹമല്ല, സ്വരൂപമാണ്. പക്ഷെ ദൈവവചനോട് കൃത്യമായിട്ട് പറയുകയാണ്, അവൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്തവർ, അവരാണ് ദൈവത്തിൻ്റെ വിശുദ്ധർ. അപ്പോൾ വിഗ്രഹത്തിൻ്റെ മുൻപിൽ ഒരുവൻ മുട്ടുമടക്കരുത്. കാരണം ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ വണങ്ങുന്നതും മുട്ടുമടക്കുന്നതും, അത് വിഗ്രഹമാകട്ടെ അല്ലെങ്കിൽ സ്വരൂപമാകട്ടെ, ഇത് രണ്ടും പ്രാക്ടിക്കലി ഒന്ന് തന്നെയാണ്, യാതൊരുവിധ വ്യത്യാസവുമില്ല. വാക്കുകൊണ്ട് നമുക്ക് മാറ്റി പറയാമെന്നല്ലാതെ പ്രാക്ടിക്കൽ സൈഡിൽ രണ്ടും പ്രകടമായി നമുക്ക് ഒരു വ്യത്യാസവുമില്ല. വിജാതിയർ വിഗ്രഹത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നതും വണങ്ങുന്നതും അതിനെ മുത്തുന്നതും, സ്വാഭാവികമായിട്ട് വിജാതിയരെ സംബന്ധിച്ച് അവരുടെ വിഗ്രഹത്തെ മുത്താൻ അവർക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. അവർക്ക് ആ വിഗ്രഹം അത്ര ശ്രേഷ്ഠമായ അവരുടെ ശ്രീകോവിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? ഇന്നിപ്പോൾ ജപമാല മാസമാണല്ലോ. ഈ വിഗ്രഹം ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്ന് അതിനെ ഉമ്മ വെച്ച് അതിനെ കെട്ടിപ്പിടിച്ച്, ഇതല്ലേ നമ്മൾ ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്? ഇതിൻ്റെ പിന്നാലെയല്ലേ നമ്മൾ നടക്കുന്നത്? ദൈവവചനം പറയുക, അങ്ങനെ ചുംബിക്കാത്തവരെ വിശുദ്ധരായ 7000 പേരെ ഞാൻ മാറ്റി നിർത്തുമെന്ന് പറയുക. ജോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ചുംബിക്കുന്നതൊരു പാപമായി തന്നെ കരുതുന്ന ഒരു ചിന്താഗതി പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമായിരുന്നു. അപ്പോൾ ജോബ്, ഞാൻ എൻ്റെ കരത്തെ ചുംബിക്കുകയും എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ചെയ്യുന്ന എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണേ, ജോബിൻ്റെ പുസ്തകത്തിൽ താൻ ചെയ്ത പാപം, ജോബിൻ്റെ പുസ്തകത്തിൽ അതിന് 31-ാം അധ്യായത്തിൽ ജോബ് തന്നെ ന്യായീകരിക്കുക, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. എങ്ങനെ ചെയ്തിട്ടില്ല? ഞാൻ എൻ്റെ ഹൃദയത്തെ വശീകരിക്കാൻ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ കരം ചുംബിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ചുംബിക്കുകയും എൻ്റെ ഹൃദയത്തെ വശീകരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമായിരിക്കും അത്. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതായത് ചുംബനം എന്ന് പറയുന്നത് ആരാധനയ്ക്ക് തുല്യമായി അല്ലെങ്കിൽ ആ തലത്തിലേക്ക് എടുക്കുന്ന ഒരു രീതിയുണ്ട് എന്ന് കരുതി കൊച്ചങ്ങളെ പിടിച്ച് ചുംബിക്കരുതെന്നോ ഉമ്മ വയ്ക്കരുതെന്നോ സഹോദരങ്ങളെ ചുംബിക്കരുതെന്നോ അല്ല നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ഒരു അഭിഷിക്തനെ ചുംബിക്കുകയും അല്ലെങ്കിൽ ഒരു രാജാവിനെ ചുംബിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പഴയ നിയമം വ്യക്തമായി ബോധ്യം നൽകുകയാണ്. അത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയായിട്ടും ദൈവത്തിൻ്റെ തുല്യമായ അഭിഷിക്തനായി കരുതുന്ന കാര്യത്തിലേക്കും കൂടെയാണ് അവിടെ കടന്നു വരുന്നത്. വീണ്ടും ഹോസിയ പ്രവചനം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവർ ഇപ്പോൾ കൂടുതൽ പാപം ചെയ്യുന്നു, തങ്ങൾക്ക് വേണ്ടി വാർപ്പ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നു, വെള്ളി കൊണ്ട് വിദഗ്ധമായ നിർമ്മിച്ച ബിംബങ്ങൾ, അവയെല്ലാം ശില്പിയുടെ കരവേല മാത്രം, അവയ്ക്ക് ബലിയർപ്പിക്കാൻ അവർ ആവശ്യപ്പെടുന്നു, മനുഷ്യർ കാളക്കുട്ടിയെ ചുംബിക്കുന്നു. ഇവിടെ കാളക്കുട്ടിയെ ചുംബിക്കുന്നു എന്ന് പറയുമ്പോൾ കാളക്കുട്ടിയെ ആരാധിക്കുന്നു എന്നാണ് ഹെബ്രായ മീനിങ് വരുന്നത്. അവിടെ ആ ചുംബനത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെ യഹൂദ ജ്ഞാനികൾ, ഫരിസോയരാകട്ടെ നിയമജ്ഞരാകട്ടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഒരു അർത്ഥതലം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയ്ക്ക് തുല്യമായി ഒരുവൻ കാളയെ ചുംബിക്കുന്നു, വിഗ്രഹങ്ങളെ ചുംബിക്കുന്നു, ബിംബങ്ങളെ ചുംബിക്കുന്നു, ഈ കൊത്തു വിഗ്രഹങ്ങളെ ചുംബിക്കുന്നു. ഇത് ന്യായാധിപൻ വിധി കൽപ്പിക്കേണ്ട ശിക്ഷാവിധിയുള്ളൊരു കാര്യമാണെന്നിട്ടാണ് ഇവിടെ ഹോസിയ പറയുന്നത്, ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. 1 രാജാക്കന്മാരിൽ വ്യക്തമായി ദൈവത്തിൻ്റെ അഭിഷിക്തനെ അഭിഷേകം ചെയ്യുമ്പോഴും ഈ കാര്യം തന്നെ സാമുവേൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒരു ആരാധനയ്ക്ക് തുല്യമാണ് ചുംബനം എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ്
സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പിക്കപ്പെടുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ, യഥാർത്ഥ സത്യദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അല്ലാത്തവൻ അപകടത്തിൽ നിൽക്കുന്നു എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. പുത്രനെയാണ് ചുംബിക്കേണ്ടത്, ക്രിസ്തുവിനെയാണ് ചുംബിക്കേണ്ടത്. യേശുവാണ് രാജാവ്, അവനാണ് രക്ഷകൻ, അവനെ ചുംബിക്കണം. വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ഈ 2-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുമ്പോൾ പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, തുടക്കം മുതൽ അഭിഷിക്തനെ കുറിച്ച് പറയുന്നു, അഭിഷിക്തനെതിരെ ഗൂഢാലോചന നടത്തുന്നവരെ കുറിച്ച് പറയുന്നു, അഭിഷിക്തനെ സ്വീകരിക്കണമെന്ന് പറയുന്നു, അവൻ വെച്ച വിലങ്ങുകൾ തകർക്കാമെന്ന് ആരും ചിന്തിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം അവൻ എൻ്റെ പ്രിയ പുത്രനാണ് എന്ന് 6-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിലും അവൻ സിയോനിലാണ് വരുന്നതും ഇങ്ങനെയുള്ള സൂചനകളെല്ലാം കൊടുത്തതിന് ശേഷം അവൻ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിറയലോടെ അവിടുത്തെ ചുംബിക്കുവിൻ എന്ന് പറഞ്ഞത് അവിടുത്തെ സ്വീകരിക്കുവിൻ, ആദരവോടുകൂടെ ക്രിസ്തുവിനെ ആരാധിക്കുവിൻ, ആദരവോടുകൂടെ പുത്രനെ ചുംബിക്കുവിൻ. പുത്രനെതിരായി ഒരു മത്സരവും ഉണ്ടാകരുത്, എല്ലാ മത്സരങ്ങളും വെടിഞ്ഞ് പുത്രനെ രാജാവായി അംഗീകരിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ശിശുക്കൾക്ക് അത് വെളിപ്പെടുത്തി, ജ്ഞാനികൾക്ക് അത് വെളിപ്പെട്ടില്ല, അവർക്കത് മറഞ്ഞുപോയി. വെറുതെയല്ല, പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാരിൽ എല്ലാവരും അവർക്ക് ശിശുക്കളായ വെറും മീൻപിടുത്തക്കാരായ വലിയ ജ്ഞാനികളെന്ന് അഭിമാനിക്കാൻ കഴിയാത്ത, വലിയ ശ്രേഷ്ഠന്മാരെന്ന് സ്വയം പറയാൻ കഴിയാത്ത അവർക്ക് മനസ്സിലായി ഈ കാര്യങ്ങൾ. ആർക്ക്? യോഹന്നാന് മനസ്സിലായി, പത്രോസിന് മനസ്സിലായി, പൗലോസിന് മനസ്സിലായി. ഇങ്ങനെ അപ്പസ്തോലന്മാർക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി. ആരാണ് ഈ ശിശുവെന്നും ആ ശിശുവിനെ ചുംബിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നും അത് വ്യക്തമായി അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ അത് വ്യക്തമായി തൻ്റെ പുതിയ നിയമ സുവിശേഷ പ്രഘോഷണത്തിലും അവരുടെ ലേഖനങ്ങളിലും അവരുടെ പ്രവചന പുസ്തകങ്ങളിലെല്ലാം അത് എഴുതി വെച്ചു. അതാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തി 4-ാം അധ്യായം 25-26 വാക്യം കാണുന്നു, 13-ാം അധ്യായം 33 വാക്യം കാണുന്നു, ഇങ്ങനെ എബ്രായ ലേഖനത്തിൽ കാണുന്നു, വെളിപ്പാട് പുസ്തകത്തിലടക്കം ഈ പുത്രനെക്കുറിച്ചും അവനെ ചുംബിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർക്കത് മനസ്സിലായത് തങ്ങൾ തൊട്ടതും കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ മിശിഹായാണ് ക്രിസ്തു എന്ന് അവരേറ്റു പറഞ്ഞു. യേശുവാണ് മിശിഹ എന്ന് പൗലോസ് പ്രഖ്യാപിച്ചു. പൗലോസ് അത് തെളിയിക്കലായിരുന്നു തൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യേശുവാണ് മിശിഹ എന്നുള്ളതായിരുന്നു പൗലോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജ്ഞാനികൾക്കറിഞ്ഞില്ല, ഇന്നും ശിശുക്കൾക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭയിലെ ശ്രേഷ്ഠന്മാർക്ക് ഇപ്പോഴും വിഗ്രഹത്തെ ചുംബിക്കുന്നതിനെക്കുറിച്ചോ വിഗ്രഹത്തിനെ എഴുന്നള്ളിക്കുന്നതിനെക്കുറിച്ചോ ഇതിൻ്റെ പിന്നാലെ നടത്തുന്ന അന്യ ആരാധനകളെക്കുറിച്ചോ വിഗ്രഹാരാധനയെക്കുറിച്ചോ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വെറും ശിശുവായ, വെറും പുഴുവായ നമ്മൾക്കിപ്പോഴും ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ ഇത്തരം തിന്മകളിൽ നിന്നും ആരെങ്കിലും അകപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്മാറാനുള്ള ഏക അവസരമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. ഞാനല്ല പറഞ്ഞത്, പ്രവചന പുസ്തകമായ സങ്കീർത്തനം 2-ന്റെ 12-ാം വാക്യം, വിറയലോടെ അവൻ്റെ പാദത്തെ ചുംബിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പാദത്തെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മളൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് അവനെ ചുംബിക്കുക, അവന് ഉമ്മ കൊടുക്കുക. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഒരു യാത്ര പോകുന്നതിന് മുമ്പ് കുഞ്ഞിനോട് പറയും, മോനെ ഒരു ഉമ്മ തന്നേ. കൊച്ചു വളരെ സ്നേഹത്തോടെ വന്ന് ഉമ്മ തരും, അവന് തിരിച്ച് നമ്മളൊരു ഉമ്മ കൊടുക്കും. ഇത് സ്നേഹത്തിൻ്റെ ഭാവമാണ്. യേശു വ്യക്തമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം പറയും, നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എൻ്റെ കൽപ്പന പാലിക്കും. ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കലാണ് അവനെ സ്നേഹിക്കുക, അവനെ ചുംബിക്കുക എന്നുള്ളതിനർത്ഥം. അവനിൽ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകളെ പാലിക്കുക, ശ്രേഷ്ഠമായി പാലിക്കുക, ന്യായീകരിക്കുകയല്ല, ഇത് വിഗ്രഹമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മറയുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പുകമറയുണ്ടാക്കി വിശ്വാസികളെ വഴിതെറ്റിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മളത് പാലിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം പറയുന്നത്, എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും അവനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുള്ളൂ.
യേശുവാണ് മിശിഹ എന്ന് അവന് മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. അവൻ്റെ കൽപ്പന പാലിക്കുന്നവന് മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. ഇല്ലേ മനസ്സിലാകത്തില്ല. എത്ര വായിച്ചാലും മനസ്സിലാക്കാൻ പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പിതാവിനെ അറിയില്ല, പുത്രനെ അറിയില്ല, പരിശുദ്ധാത്മാവിനെ അറിയില്ല. അനേകരിപ്പോഴും വീണു പോവുക. കാരണം യേശു ദൈവമാണോ എന്ന സംശയത്തിലാണ് പലരും നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു പുത്രൻ. അവിടെ വ്യക്തമായി വചനം പറയുക, പുത്രനെ ചുംബിക്കുമ്പോൾ, അവൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ, അവനെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം ലഭിക്കും. ആരാണ് പുത്രൻ? അവനാണ് മിശിഹ, സർവശക്തനായ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുമ്പോൾ, അനാദികാലം മുൻപേ, യുഗങ്ങൾക്ക് മുൻപേ, സൃഷ്ടികൾക്കെല്ലാം മുൻപേ അവിടത്തോടു കൂട്ടായ മഹത്വം, ആ ദൈവിക മഹത്വമാണ് മിശിഹായ്ക്കുണ്ടായിരുന്നത്. ആ മഹത്വമാണ് അപ്പസ്തോലന്മാർ ദർശിച്ചത്. ആ മഹത്വം ദർശിച്ചവർ അവർ തങ്ങളുടെ വചനത്തിൽ വിളിച്ചു പറഞ്ഞു. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിഷിക്തനാണ് ഞങ്ങൾ കാണുകയും കേൾക്കുകയും തൊട്ടുവീക്ഷിക്കുകയും സൂക്ഷിച്ചു വീക്ഷിക്കുകയും ചെയ്ത മിശിഹായാകുന്ന ക്രിസ്തു എന്ന് അവർ ലോകത്തോട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് യഹൂദർ കാത്തിരിക്കുന്ന മിശിഹ യേശുവിൻ്റെ 2ാം വരവായിരിക്കും. യഥാർത്ഥത്തിൽ യഹൂദർ കാത്തിരിക്കുന്ന മിശിഹ ഈ ഭൂമിയിൽ വന്ന് അവൻ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് അവരിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുവാണ് ഏക രക്ഷകൻ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, വിശ്വസിക്കാൻ താല്പര്യമുള്ളവൻ വിശ്വസിക്കട്ടെ. പാപം ചെയ്യുന്നവൻ ഇനിയും പാപം ചെയ്യട്ടെ, വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ ഇനിയും വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോകട്ടെ, കച്ചവടക്കാരുടെ ഗുഹയാക്കി തങ്ങളുടെ ആലയത്തെ മാറ്റുന്നവൻ ഇനിയും അങ്ങനെയാകട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവവചനത്തെ ശ്രവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.